ഉരുൾപൊട്ടൽ പ്രദേശമായ വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല മേഖലയിൽ കനത്ത മഴ. പുന്നപ്പുഴയിൽ ശക്തമായ നീരൊഴുക്കുണ്ട്. ബെയിലി പാലം കടന്നുള്ള ഭാഗവും പുതിയ വില്ലേജ് റോഡും വെള്ളക്കെട്ടിലാണ്. മുണ്ടക്കൈക്കടുത്ത് മണ്ണിടിച്ചിലുണ്ടായെന്ന സംശയമുണ്ട്. മണ്ണിടിച്ചിലുണ്ടായി എന്നൊരു സംശയമുണ്ട്. വില്ലേജ് റോഡിലടക്കം വെള്ളം കയറുന്ന സാഹചര്യമുണ്ട്. ഇത് കാഴ്ചകൾ നമുക്ക് കേരളത്തിനല്ല രാജ്യത്തിനൊന്നാകെ വേദനയായ ഉരുൾപൊട്ടലിൻ്റെ ഓർമ്മകൾ, ഭീകരമായ ഓർമ്മകൾ ഇപ്പോഴും ഈ മേഖലയിലൊക്കെ അങ്ങനെ തങ്ങി നിൽക്കുന്നുണ്ട്, ബാക്കി നിൽക്കുന്നുണ്ട്. അതിന് മുകളിൽ കൂടെയാണ് കനത്ത മഴ എന്നതുകൂടി ആശങ്ക വർദ്ധിപ്പിക്കുന്നു. ആശങ്കപ്പെട്ട സാഹചര്യം പക്ഷേ ഇല്ല എന്ന് ജില്ലാ കളക്ടർ വ്യക്തമാക്കുകയാണ്. സുർജിത്ത് അയ്യപ്പത്ത് ചേരുന്നുണ്ട്. സുർജിത്ത്, ഒരു വലിയ ഉരുൾപൊട്ടൽ, അതിൻ്റെ മഹാദുരന്തം നമ്മൾ നേർക്കുനേർ കണ്ടതാണ് ആ സ്ഥലങ്ങളിലൊക്കെ. ഇപ്പോൾ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടില്ല എന്ന് സ്ഥിരീകരിക്കാമോ സുർജിത്ത്? ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടില്ല എന്ന് ഉദ്യോഗസ്ഥർ തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട്. കാരണം ഉരുൾപൊട്ടലല്ല, ഇത് വലിയ രീതിയിലുള്ള മഴപ്പെയ്ത്താണ് ഉണ്ടായിട്ടുള്ളത്. ആ വലിയ രീതിയിലുള്ള മഴപ്പെയ്ത്താണ്. ആ മഴപ്പെയ്ത്തിനെ തുടർന്നാണ് ഇങ്ങനെ വെള്ളം കുതിച്ചൊഴുകുന്നൊരവസ്ഥ ഉണ്ടായിട്ടുള്ളത്. ഇന്നലെ രാത്രി മുതൽ തന്നെ നല്ല മഴയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അതിന് കൃത്യമായ കണക്കുകളടക്കം പുറത്ത് വന്നിട്ടുണ്ട്. പുത്തുമലയിലെ കണക്ക് പരിശോധിക്കുമ്പോൾ പുത്തുമലയിൽ 92 മില്ലിമീറ്റർ മഴ പെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും അത് കനത്ത രീതിയിലുള്ള ഒരു മഴപ്പെയ്ത്ത് തന്നെയാണ്. ആ മഴപ്പെയ്ത്തിൻ്റെ സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഇങ്ങനെ നീരൊഴുക്ക് വർദ്ധിക്കാനുള്ള സാഹചര്യം ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം. ഇവിടെ പുതിയ വില്ലേജ് റോഡ് ഇതിനകം തന്നെ വെള്ളക്കെട്ടിലായിട്ടുണ്ട്. അപ്പുറത്ത്, അതായത് വേലിപ്പാലത്തിൻ്റെ അപ്പുറത്ത് മുണ്ടക്കൈ പ്രദേശത്ത് തോട്ടങ്ങളിലടക്കം ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. ആ ജോലി ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരെ എല്ലാം തന്നെ ഇവിടേക്ക് ഇപ്പുറത്തേക്ക് എത്തിക്കാനുള്ള ശ്രമമാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കനത്ത രീതിയിൽ മഴ പെയ്യുന്ന ഒരവസ്ഥ ഇപ്പോഴും തുടരുകയാണ് ഈ മുണ്ടക്കൈ പ്രദേശത്ത്. മുണ്ടക്കൈയിലും ചൂരൽമലയിലും അടക്കം കനത്ത രീതിയിൽ തന്നെ മഴപ്പെയ്ത്തുണ്ടാകുന്ന ഒരു അവസ്ഥയുണ്ട്. ഒരു സൂര്യകല എന്നൊരു ചേച്ചി ചേരുന്നുണ്ട്. സൂര്യകല അപ്പുറത്ത് ജോലിക്ക് പോയതാണ്. അവിടെ ഇപ്പോഴും മഴയാണെന്ന് അറിയാൻ കഴിയുന്നു. ചേച്ചി കേൾക്കാമോ? ഭയങ്കര മഴയാണോ? ഭയങ്കര മഴയാണോ? എങ്ങനെ സാറേ? വലിയ മഴയാണോ ചോദിച്ചാ? വലിയ മഴയാണോ ചോദിച്ചാ? സാറേ വലിയ മഴയാ, ഒരു കുറവില്ല. നല്ല മൂടിയിട്ട് ഒരേ മഴ, നമുക്ക് ഒന്നും കാണുന്നില്ല. നിങ്ങൾ ബെയിലിപ്പാലത്തിന് അപ്പുറത്താണോ ഇപ്പുറത്ത് വന്നോ? ഞങ്ങൾ വേലിപ്പാലത്തിന്റെ ഇക്കരയിലാണ്. പിന്നെ ബെയിലിപ്പാലത്തിൽ കൂടെ വരാൻ പറ്റാത്ത പ്രശ്നമുണ്ടോ അവിടെ? വേലിപ്പാലത്തിന്റെ അവിടെ എത്താനായിട്ടില്ല. ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് അറിയുന്നില്ല, ഞങ്ങൾ അവിടെ എത്തിയിട്ടില്ല. വേലിപ്പാലത്തിന്റെ അവിടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ വരുന്ന വഴി വെള്ളമുണ്ടോ ചേച്ചി? വരുന്ന വഴിയിൽ വെള്ളമാണ്. ഞങ്ങളടുത്ത് വേലിപ്പാലത്തിന്റെ അവിടേക്ക് പോകണ്ടെന്ന് ഞങ്ങളെ സാറുമാര് പറയുന്നുണ്ട്. ഞങ്ങളുടെ ഓഫീസിന്റെ അവിടെ നിൽക്കാനാ പറയുന്നത്, വേലിപ്പാലത്തിന്റെ അവിടെ പോകണ്ടെന്ന്. എന്ന് പറഞ്ഞാൽ അവിടെ മഴയായതുകൊണ്ട് നിൽക്കാൻ പറയണോ? വെള്ളം കയറുന്നുണ്ടോ? വെള്ളം കയറിയിട്ടുണ്ടെന്ന് അവര് നോക്കട്ടെ പറഞ്ഞിട്ട് സാറുമാര് പോയിട്ടുണ്ട്. ഞങ്ങളടുത്ത് ഓഫീസിന്റെ അവിടെ നിൽക്കാനാണ് പറയുന്നത്. ചേച്ചി, അതായത് ഈ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടില്ല എന്നാ ഉദ്യോഗസ്ഥർ പറയുന്നേ? ഇല്ല, പൊട്ടിയിട്ടുണ്ടെന്നാ പറയുന്നത്. അല്ല, ഉണ്ടായിട്ട് അങ്ങനെ ഉരുൾപൊട്ടൽ പൊട്ടിയിട്ടില്ല, വലിയ മഴ കാരണമാണെന്നാണ് പറയുന്നത്. ഉരുള് പൊട്ടിയിട്ടുണ്ടെന്നാണ് വനറാണിന്റെ അവിടെ, മുണ്ടക്കൈയില് വനറാണിന്റെ അവിടെ കുറച്ച് പൊട്ടിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. നിങ്ങൾ വനറാണിക്ക് അടുത്താണോ ജോലിക്ക് പോയത്? അല്ല, ഞങ്ങള് അട്ടമല ഭാഗത്തേക്കാ. മുണ്ടക്കൈ ഭാഗത്തേക്ക് ഞങ്ങൾ കുറച്ച് പേര് മുണ്ടക്കൈ ഭാഗത്ത് ഒരു 10 ആള് പോയിട്ടുണ്ട്. ബാക്കി പേര് ഞങ്ങള് പിന്നെ അട്ടമല ഇങ്ങോട്ടാണ്, 13 ഭാഗത്തിന്റെ ഇങ്ങോട്ട്. ചേച്ചി, വനറാണിയുടെ അങ്ങോട്ടെങ്കിലും ആരും പോയിട്ടുണ്ടോ? പോയിട്ടുണ്ട്. വനറാണിയിലെ ആൾക്കാർ ഇന്ന് പണിക്ക് പോയിട്ടുണ്ട്. ഇവിടങ്ങളൊക്കെ എന്ത് പണിയാണ് നിങ്ങൾ അവിടെ ചെയ്യുന്നത്? ഞങ്ങൾ ചപ്പുവെട്ടലാണ്. വനറാണി പോയവര് അവർക്ക് എസ്റ്റേറ്റിൽ എന്ത് പണിയാണെന്നുള്ളത് ഞങ്ങൾക്ക് അറിയില്ല. ഏലത്തിലല്ലേ അവര് പണിക്ക് പോകുന്നത്. അവര് കുറച്ച് പേര് ജീപ്പിൽ രാവിലെ പോയിട്ടുണ്ട്. ചേച്ചി പേടിക്കണ്ട, അവിടെ നിൽക്കുന്ന ഇപ്പൊ എന്ന് പറഞ്ഞാൽ നല്ല മഴയുണ്ട്. അപ്പൊ എന്താണെന്ന് പണി നിർത്തി ഇറങ്ങിയിട്ട് ഞങ്ങള് ഓഫീസിന്റെ അവിടെ വന്ന് നിൽക്കുന്നുണ്ട് സാറേ. ഞങ്ങൾ വേലിപ്പാലത്തിന്റെ അവിടേക്ക് പോകണ്ടെന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്തായാലും തൽക്കാലം അവർ പറയുന്ന പോലെ കേൾക്ക്. കുഴപ്പമൊന്നുമില്ല, പെട്ടെന്ന് വരാൻ പറ്റും കേട്ടോ. ആസ്മിയാണോ? ആഷ്മിയ ചേച്ചി.